ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എറിഞ്ഞോ? പോരാ പോരാ, എറിഞ്ഞോ? ആ കുപ്പിയിലും കല്ലിലും നോക്കണം. അങ്ങനെയല്ല, അതെ നോക്കൂ, ഇങ്ങനെ അറിയണം. കൊണ്ടില്ലല്ലോ, ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. എറിഞ്ഞോ? ഇത് കൊള്ളൂലേ? നല്ല ഉന്നുള്ള കൈയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗക്കാരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ആ 2 കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നത്? ആ തെണ്ടികളാണോ ഈ എടാ, നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയല്ലോ. പറയും സാർ. പറയില്ല സാർ, പറയാം. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിലൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. കൈമാറ്റടാ. ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ ഉണ്ടോ? വേഗം സ്ഥലം വിട്ടോണം. ഇനി 2 പേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കല്ലിനെ മുട്ടുകാലിയടിച്ചോളാം. ഓടണ്ട, ജീപ്പിലോട്ട് കയറ്. ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട. ഇവന്മാരെ എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ. അവര് കഥ പറയും. ഇതിൽ പോലീസ് ഇടപെടണ്ട. പിന്നെ കള്ളന്മാരെ ഇടപെടണോ? അതുകൊണ്ടാണല്ലോ താൻ ഇടപെടണ്ടെന്ന് പറഞ്ഞത്. ഇടപെട്ട തന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റുന്ന പ്രശ്നമില്ല. താൻ ഈ നാട്ടിൽ തന്നെ കിടക്കും. പെൻഷൻ പോലും ഇല്ല, ടെൻഷൻ അടിച്ചു. അയ്യയ്യേ, നിങ്ങൾക്ക് ഈ വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങനെയാ, എല്ലാം രഹസ്യമായിട്ടേ ചെയ്യൂ. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം. ഓഹോ, പാലത്തറക്കാരുടെ എല്ലാ ചെറ്റത്തരങ്ങളും അന്ന് വിളിച്ചിട്ട് കൊണ്ടുപോകണം. അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരെ നാട്ടുകാർ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം. ഓ അല്ല, അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ ഓടിച്ചിട്ട് അടിക്കൂലേ? അടിക്കും. പക്ഷെ പറയാതിരുന്നാൽ ഒടിച്ചു മടക്കും. ആരാരെ? ഞാൻ നിങ്ങളെ. കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓ, പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. റീൽസിൽ തുടങ്ങിയുള്ളൂ. ഇവിടെ വെച്ചല്ല, അവിടെ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, അവളുടെ ബന്ധുക്കളെ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി. വാ. ഗീതുവിന്റെ ബന്ധുക്കളാ? അതെ. ഗീതുവിന്റെ ആരായിട്ട് വരും? അച്ചമ്മയാ ഞാൻ. ഗീതുവിന്റെ അച്ഛമ്മ. എന്തൊരു നല്ല അച്ഛമ്മ. അച്ഛമ്മ അനുഗ്രഹിക്കണം. ഗീതുവിന്റെ ചെറിയമ്മ. ഗീതുവിന്റെ ചെറിയമ്മ. നല്ല ഉഗ്രം ചെറിയമ്മ. ചെറിയമ്മ അനുഗ്രഹിക്കണം. ഇത് ഇവിടുത്തെ വേലക്കാരി. കലക്കം വേല തന്നെ. വേല. സോറി, വേലക്കാരികളെ കണ്ട പണ്ടേ ഇരിക്കുന്നത്. നിങ്ങളുടെ കഥയുടെ പേരെന്താ പറഞ്ഞത്? പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. അവിടം വരെ എത്തിയോ കാര്യങ്ങൾ? അതേ മുതലാളി, അവിടെ കഥയെഴുത്ത് തുടങ്ങി. എടാ മാസ്റ്ററെ, നീ ഇത് കേട്ടോ? എന്താ മുതലാളി? ഓ പൊട്ടൻ. എടാ, അവന്മാര് കഥയ്ക്ക് പേരിട്ടെന്ന്. പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. ഫസ്റ്റ് ക്ലാസ് പേര്. പോയി തൂക്കടാ തെണ്ടികളെ. മര്യാദയ്ക്ക് കുളിക്കാൻ പോലും തെണ്ടികൾ സമ്മതിക്കില്ല. നീയൊക്കെ പാലത്തറക്കാരെ പറ്റി കഥ എഴുതും അല്ലേടാ? രണ്ടിന്റെ നാവ് ഞങ്ങൾ അറിയും. ഇവിടത്തെ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. മാസ്റ്റർ. ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്കും മനസ്സിലായി. ശരി, എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എഴുതേണ്ട കഥ ഞാൻ പറഞ്ഞുതരാം. മാടശ്ശേരി തമ്പി അഥവാ പരമനാറി. അവൻ എന്റെ കുടുംബത്തെ ചതിച്ചതും നാടായ നാട് മുഴുവൻ ഉണ്ണികളെ സൃഷ്ടിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവരിവിടെ പകരം ചോദിക്കാൻ വരുമ്പോ ഈ കഥ കേട്ട് നാട്ടുകാരവനെ ചുട്ടുകരിക്കണം. എന്താ? അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ തല്ലും. തല്ലും. ഈ കഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. ഏതാ വേണ്ടതെന്ന് വെച്ചാ തീരുമാനിച്ചോ. നീ ആരുടെ കയ്യിൽ നിന്ന് മരിക്കാൻ പോണേ? അയ്യോ, ഈ നമ്മുടെ പോരാട്ടത്തെ പോകും. എന്താ അതിനൊരു പാലിന്റെ ചൊവ്വ? ഇന്നേ വരെ പാൽക്കഞ്ഞി കണ്ടിട്ട് പോലുമില്ല. ദാരിദ്ര്യവാസിയാ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ? എനിക്ക് മതി. ദാ, ആ കുട്ടിയെ കണ്ടുപിടിക്ക്.
ഇപ്പൊ തന്നെ 3 എണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. അമ്മായി ഈ പാൽ കഞ്ഞി കുടിച്ച വെളുക്കോ? വെളുക്കൂടാ, വെളുക്കും. ഈ കുടിപ്പാണ് കുടുംബം വെളുക്കും. ഇറക്കി വിടാ, മനസ്സിലടാ മക്രി. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഞങ്ങൾ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഫിനിഷ് ചെയ്തിട്ടില്ല. ഇറങ്ങി ജീവിക്കാറാ, വെട്ടി ചുരുക്കും. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഈ പടി ഇറങ്ങിയ രണ്ടിനെ ചുട്ടുകളെ ഞാൻ കാണാവല്ല ആർക്കാ ഇവിടെ കയ്യൂക്കം. ഇങ്ങോട്ട് ഇറങ്ങണ രണ്ടും. നിന്ന് താളാൻ ചവിട്ടാതെ ഇറങ്ങണ രണ്ടും. വേണ്ടേ അങ്ങനെ ഞാൻ നോക്കിക്കോളാം. മുന്നേ ഇറങ്ങി വേണം. ഗാനഭൂഷണം സതീഷ് കൊച്ചിനാ പറയുന്നത്. എടാ നിന്നോട് ഞാനാ പറയുന്നത്, ഇറങ്ങി വേണം. പുല്ല് കേറി വേണം, പുല്ല് ഇറങ്ങി വരാൻ, കേറി വരാൻ, കേറി വേണം. പട്ടി വന്ന് മാസിനെ അടിക്കും, നിന്നെ അടിക്കൂടാ. നിന്റെ കുരുക്കളെ തൊഴിച്ചോ അവരെനിക്ക് വിട്ടു തന്നാലും. അടിവേര് നോക്കി ചവിട്ടടാ കൊണ്ട്. നീയും ചവിട്ടടാ. മാഷിനെ പറ്റിച്ചു പിടിയോമാരെ. അമ്മാരെ ഇവിടെ വലിപ്പിച്ചടാ. പിടിയടാ കുരുക്കളെ. പിള്ളേച്ചേട്ടാ ഗീതു അവിടെ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ തപ്പി. ഞങ്ങള് തടി തപ്പി വന്നതല്ലേ. നിങ്ങൾക്ക് എന്തിനാ തടി? വടക്കേപ്പുറത്തൊരു നല്ല തടി കിടപ്പുണ്ട്, മാഞ്ചിയം. അത് പറ്റുമോ നോക്ക്. മാഞ്ചിയത്തെ പറ്റി, ആടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ കഴുത്തിയാൻ പറ്റും. സ്റ്റേജ് കെട്ടാനാണെങ്കിൽ നല്ല മുള്ളുള്ള മുരുക്കിന്റെ തടി ഉണ്ടല്ലോ, അതുപോലെ. മുരുക്ക് ആ തടിയല്ല, ഞങ്ങളുടെ തടി അപകടത്തിലാന്നാ പറഞ്ഞു. വേഗം പറ ഗീതു അവിടെ. ഗീതുമോൾ അകത്തുണ്ട്. ഗീതു, 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 ഗീതു. ഗീതുവിന്റെ ബന്ധുക്കൾ ഞങ്ങൾ ഉണ്ടല്ലോ, വേൾഡ് കപ്പിൽ ഫുട്ബോൾ തട്ടുമ്പോൾ തട്ടി കളിച്ചത്. ഒരു വിധത്തിൽ അവിടെ രക്ഷപ്പെട്ടു വന്നത്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോകുന്നത്? ആവശ്യമില്ലാത്തടത്തൊക്കെ പോകാൻ പോയത്? ആവശ്യമില്ലാത്തടത്തോ? ഗീതുവിന്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെയും കൂടി ബന്ധുക്കളല്ലേ? അതെ. ഗീതു എത്രയും പെട്ടെന്ന് ഈ വിവരം ബന്ധുക്കളെ അറിയിക്കണം. എന്നാലേ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റൂ. ഏത് വിവരം? നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള വിവരം. ഇനി അതെന്തിനാ മറച്ചു വെക്കുന്നത്? താൻ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ പ്രേമോ? അതെ, ഈ വിവരം ഒന്നും ഇനിയിപ്പോ ബന്ധുക്കളെ ആരെ അറിയിക്കാൻ നിൽക്കണ്ട. ഗീതുവിന്റെ ബന്ധുക്കളൊക്കെ വെറും ചെറ്റകളാ. അതുകൊണ്ട് ആദ്യം നമുക്ക് കല്യാണം നടത്താം. എന്തേ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് നല്ല സുഖമല്ലേ? ഇവര് നിങ്ങളെ തല്ലി ഒളിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. നിങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. അല്ലാതെ ഇവിടെ ആർക്കും പ്രേമവും കുന്തവും ഒന്നുമില്ല, മനസ്സിലായോ? ഗീതു എന്തായി പറയുന്നത്? ഞാൻ ഗീതുവിന്റെ അച്ഛമ്മയുടെയും ചെറിയമ്മയുടെയും അനുഗ്രഹവും അനുവാദവും ഒക്കെ വാങ്ങി പാൽക്കഞ്ഞിയൊക്കെ കുടിച്ച് കല്യാണത്തിന് തയ്യാറായി നിൽക്കുക. ഈ സമയത്ത് ദുഷ്യന്തൻ ശകുന്തലോട് പറഞ്ഞ പോലെ എന്നോട് പറയരുത്. തമാശ കളിക്കരുത്. അവസാന നിമിഷം ഗീതു കാലം വരാനുണ്ടല്ലോ, ഈ മണ്ണിൽ 2 ശവങ്ങൾ വീഴും. ഞങ്ങൾ രണ്ടുപേരുടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഇനി ഇവിടെ നിന്നാ എന്താ ഉണ്ടാവാന്ന് രണ്ടാൾക്കും നല്ലോണം അറിയാലോ. പിള്ളച്ചേട്ടാ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തു വിട്ടേരെ. അപ്പൊ നീ എന്നോട് നുണ പറഞ്ഞതല്ലേ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഓടിക്കോ. ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. ഓടാ. നീയൊക്കെ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ കൂടുന്നതാണല്ലേ? അതെ. നീയൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ ഹോസ്റ്റലിലേക്ക് വാടി, ശരിയാക്കി തരാൻ ഞാൻ. അതിന് നീയൊക്കെ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? അയ്യോ, കളിയാക്കല്ലേ. ഗീതുവിനെ കെട്ടാൻ പോണ ചെറുക്കനാ. ഇവിടെയൊക്കെ പോലുള്ള പണക്കാരി പെമ്പിളയുടെ സ്ഥിരം നമ്പരായത്. പ്രേമിച്ച് നടന്നിട്ട് ഒടുവിൽ സീരിയസ് ആകുമ്പോ സഹോദരിയെ പോലെ കാണാൻ പറയുക. സഹോദരിയെ പോലെ കാണാൻ പറ്റിയ ആളുകള് അതിനെ നല്ല കുടുംബത്തിൽ ജനിക്കണം കേട്ടാ. മതി. വന്നേ. ഞങ്ങള് പോവാ. അനിത പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ജനിക്കാത്തതിന്റെ കുറവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടുന്ന് പുറത്തിറങ്ങുമ്പോ ഇത്തിരി സംഗീതം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഒരു വേഷം കിട്ടിയത്. സത്യം പറഞ്ഞ
ഞങ്ങളവിടെ മുഴുവൻ പട്ടിണിയിലായിരുന്നു. വിശപ്പ് മൂക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാട്ടിയിട്ടുണ്ട്. അതൊന്നും ഇത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ല. ക്ഷമിക്ക. പിന്നെ അർഹിക്കാത്തതായിട്ടും വെറുതെ ഒരുപാട് മോഹിച്ചതിനും മാപ്പ്. പറ. എങ്ങോട്ടായി രാത്രിയില്? ഞങ്ങൾ ഒളിച്ചോടി പോവാ. പോയില്ലെങ്കിൽ എല്ലാരും കൂടി ഞങ്ങളെ തല്ലിക്കൊല്ലും. നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്യൂല. രാത്രിയും പകലും ഞങ്ങൾ ഇവിടെ കാവല് നിന്നോളാം കേട്ടോ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അതൊന്നും സാരമില്ലടി, എല്ലാം ചെറിയ തമാശകളായിരുന്നു കൂട്ടിയാ മതി. ഏതായാലും അവരും പോയി പ്രശ്നങ്ങളും തീർന്നു. നീ കിടക്ക്. എന്നാലും അവരോട് ഇതൊന്നും വേണ്ടായിരുന്നു. ദേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അവന്മാർക്കിട്ട് നല്ലൊരു ഇടി പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാ എന്റെ സങ്കടം. മതി, കിടന്നുറങ്ങ്. മാടശ്ശേരി തമ്പിയുടെ കഥ ഞങ്ങൾക്ക് കേൾക്കണം. തമ്പിയെ ചതിച്ചതാരാന്ന് ഞങ്ങൾക്ക് അറിയണം. ആ കഥ പറയാതെ നിങ്ങൾ ഈ നാട്ടിൽ പ്രശ്നം ഒതുക്കില്ല. എന്റെ ഭഗവതി, ദേ വരുന്നു. അവര് തമ്മിൽ കല്യാണം കഴിച്ചെന്ന് തോന്നണേ. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് കഥ എഴുതിക്കോ. നിങ്ങൾക്കൊരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോ. 22 മണിക്കൂർ ഞങ്ങളുടെ കാവലുണ്ടാവും. 22 23. അകത്തോട്ട് കേറിക്കോ, അകത്തോട്ട് കേറിക്കോ. അല്ല, ഞങ്ങളുടെ മുറി ഇതല്ല, അപ്പുറത്താ. അതെ അതെ, നിങ്ങൾ വെക്കോ. ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം. അവിടെ ആവുമ്പോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇരുന്ന് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്ന് എഴുതിക്കോ. ഞങ്ങൾ ചുറ്റും ഉണ്ടാവും. അത് വേണ്ട ചേട്ടാ. Close the door. Okay? അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. ഹാർമോണി ഇരിക്കെ, തബല ഇരിക്കെ, ആ ചിരട്ടത്തലേനെ അവിടെ ഇരിക്കെ. ആരും ഉറങ്ങ. അനന്തര ബഹുമതി എല്ലാം നീ ഒരുത്തനായിട്ടാ. നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കുട്ടിക്കളിയല്ല, അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് തീ കൊടുക്കടി ആമിട്ടെ. എന്നാ തീപ്പെട്ടി എടുത്തോണ്ട് വരട്ടെ. എന്റെ ദൈവമേ, നാട് മുഴുവൻ പാലത്തറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ നിർത്തിയിരിക്കുക. അവരിവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ. ഇതിലിപ്പോ ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കുന്നു. ഞാൻ തന്നെ പറയാം എല്ലാരോടും, അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇനി നേരെ പറഞ്ഞാലൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്പം വളഞ്ഞ വഴി നമുക്ക് എന്തെങ്കിലും ആലോചിച്ചാലോ? വളഞ്ഞ വഴി എന്തെങ്കിലും അറിയോ? ഇല്ല. നീ മിണ്ടരുത്. ഈ കുട്ടിത്തേവാങ്ങളുടെ തല മുഴുവൻ അതല്ലേ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, അവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ ദൈവമേ, ആലുവാ ശിവരാത്രിക്ക് പോലെ ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട്, മൂത്രം. ആരാത്? ആ കഥാപ്രസംഗക്കാരെവിടെ? അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണേ രപ്പേ. അവനെ പിടിക്കാതെ നീ ഇങ്ങോട്ട് വരണ്ട. പിടിക്കാൻ. എങ്ങനെ കഥ ഓർന്നു? ആരുമില്ല, ഓടിക്കോ. ഇവന്മാരവിടെ പോയി. നിക്കണോ? ഈ നാടിന്റെ ബൗണ്ടറി ഇങ്ങോട്ട് ഓടണ്ട, അവിടെ കളരി കരാത്തുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? ഭക്ഷണം വെച്ച് കൊല്ലും. വേഗം വാ. വീണ്ടും ഇതിനകത്ത് തന്നെ വന്നു വിട്ടാ. എന്താ ഒക്കെ റെഡി? ഒക്കെ റെഡി. രണ്ടാളും ചാക്കിലേക്ക് കയറിക്കോ. നല്ല രസാ. ഒക്കെ ഈ പെൺകുട്ടികളുടെ ബുദ്ധിയായി. മനസ്സിലായിടി, ചാക്കി കെട്ടി പുഴയെത്താത്താനുള്ള പരിപാടിയാണല്ലേ.
നിന്റെയൊക്കെ തന്തമാരെ പിടിച്ച് കേട്ടടി ചാക്കിനകത്ത്. കഥാപ്രസംഗക്കാരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞൂടാ. പരിപാടി ലേശം കുറഞ്ഞാൽ ഇന്നേ വരെ കേരളത്തിൽ ഒറ്റക്കാധികം ചാക്കിക്കയറുന്ന ഗതികേട് വന്നിട്ടില്ല പുല്ലേ. എടാ നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലടാ പുല്ലേ. പിള്ളച്ചേട്ടാ ഇവളുമാരെ ഒന്നിനെ വിശ്വസിക്കരുത്. ഒക്കെ ചതിയത്തികളാ. അതെ, ഒന്നിനെ. എടോ വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കേറിക്കോ. അല്ല ഓടിയോടുന്നു. മക്കളെ, ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയണത്? മംഗളകാര്യത്തിനായാലും മനോരമ കാര്യത്തിനായാലും ചാക്കി കയറാൻ പറ്റില്ല. ചാക്കി കയറാ. ചാക്കി കയറാൻ നിങ്ങളൊക്കെ പറയുമ്പോ ചാക്കി കയറാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ചാക്കി കയറാ. ചാക്കവിടെ മുളക് ചാക്കൊക്കെ. നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു താടിയും കൂടിയാണ് വെക്കാറില്ല. അത്ര സ്ഥലത്ത് വൃത്തിയോട് മാറിക്കിട്ടേ ചവപ്പെട്ടി മൂടേ. ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല. തുറന്നിരിക്കട്ടെ, സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഹലോ സർ. ദാടി ചാക്കിനകത്ത് പോലും സ്വസ്ഥത തരില്ലല്ലേ? ഇതാ എന്താ റോസ്, അറിയില്ലേ? അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. മുളക് പൊടിയോ അതോ ഉറുമ്പ് പൊടിയോ? ഏയ് ഒന്നുമില്ല. ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട്. ദേ ഗീത് തന്നാ. ചാക്കൊക്കെ പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കയറുന്ന ഒരാൾ കൂടെ സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോർ അടക്കടി. നീ തൊരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട. നോക്കണേ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. എന്റെ തന്തയ്ക്ക് വിളിച്ചേച്ച് അവൻ എവിടെ പോയടാ? അവൻ അവിടെ കണ്ടില്ല വർക്കിച്ചേട്ടാ. ഇതിനു മുമ്പ് അവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണവൻ? അറിയില്ല. ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ്. കണ്ടില്ലേ, നെഞ്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു. അവൻ മുങ്ങീന്ന്. നോക്കി നിൽക്കാതെ പോയി മുങ്ങി തപ്പടാ. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട, ഇനി പടിയില്ല. അയ്യോ, വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണിത്. ഇത് ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ? കയറി കിടന്നു. ഏയ്, ഒരാളവിടെ പോയി. ദേ അവിടെ. അപ്പം മറ്റോനോ? ദേ ഇവിടെ നിക്കണോ? അപ്പം മറ്റേ പോയി. ദേ അവിടെ കിടക്കണോ? അപ്പൊ നിനക്ക് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കുന്നു വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. വാ. വാ മോനെ, ഇവിടെ കയറി കിടന്നോട്ടാ. സുഖമായിട്ട് കിടന്നോ. എന്താ ഈ ഞാണ്ട് ഇറക്കണത്? അത് കാല. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? രണ്ട് തലയുണ്ട്. തള്ളിക്കോ. ഇതെന്താ അങ്ങോട്ട് പോണ? ഇതെന്താ അങ്ങോട്ട് പോണത്? ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ. തള്ളു. ഓ, എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? നോക്കിയേ, കരാട്ടെ. എന്താ ചാക്കില്? കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും പിണ്ണാക്കോ? പിള്ളച്ചേട്ടാ, ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികയൊന്നില്ലേ? കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാരെവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത്? ഈ മുണ്ട അല്ല, ചാക്ക്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ. വലിക്കടാ. പറയാനായിട്ട് ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റും. പേടിക്കാൻ സാറേ. അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ ചാക്കില്? അതെ, വാഴക്കൊല, നാടൻകായ. ആഹാ, വാഴക്കൊല. ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും എന്നെ ഒന്നും തെറ്റിട്ടില്ല. വല്ലയിടത്തും കൂർക്കായി നിന്നൂറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? അതെ. അയ്യോ, എന്നാ വേണ്ട. വേണേ പൊക്കി നോക്കണ നോക്കണ്ട. അയ്യേ വേണ്ട. പിടിച്ചോ പിടിച്ചോ, വലിച്ചു പിടിച്ചോ, വലിച്ചു പിടിച്ചോ. ഇറക്കാം, ഇറക്കം. പിടി. എവിടെയെങ്ങാരെ ആ ബോട്ടിലേക്ക് വെച്ച് പതുക്കെ പിടിക്കട്ടെ. പാതിക്കാടോ പിടിക്കുന്നത്? എന്താ സാധനം ഇത്?
പൊട്ടണ സാധന അത് ഗാനഭൂഷണം. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ, ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. ആ സൂക്ഷിച്ചോടോ. ഒന്ന് സഹായിക്കടാ. പരദൂഷണത്തിന്റെ കാസറ്റാണ്. ചവിട്ടിക്കൂട്ടില്ലേ മതി. ചേട്ടാ ഒന്ന് മൂത്രമൊഴിക്കണമായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്താ പൊന്താണ് മൂത്രമൊഴിക്കണത്? നീ ചാക്കിലേക്ക് മുള്ളിക്കൊള്ളാൻ ആരും കാണില്ലെന്ന്. ഇതെന്താ ഒരു നാറ്റം? ഒരു കയ്യിലടാ. ഹലോ, നമസ്കാരം. നമസ്കാരം. അക്കരയ്ക്കല്ലേ? അതെ, ഞാനും അക്കരയ്ക്കാ. ഇനി കുറച്ചു നേരം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ആയിക്കോട്ടെ. പിന്നെ എന്താ ഈ വേഷത്തിൽ? ഇതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. പിന്നെ ഒരു തണുപ്പിന് വേണ്ടി. ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ അല്ലേ? അതെ. ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. അതെ. അയ്യോ, എങ്ങനെ മനസ്സിലായി? ചേട്ടന്റെ പേരെന്താ? തമ്പി. താടിത്തമ്പി. മാടശ്ശേരി തമ്പി. എന്ത് ധൈര്യത്തിലാടാ എന്റെ കഥ പറയാൻ നിങ്ങൾ ഇവിടെ വന്നത്? അയ്യോ, ഒന്നും ചെയ്യരുത്. ഞങ്ങൾ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞങ്ങളിൽ ഒന്നും പറയുന്നില്ല. ഗാനഭൂഷണം തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോവുക. ഞങ്ങൾ കഥ പറയാതിരിക്കാൻ വേണ്ടി ചാക്കി കയറി ഒളിച്ചു പോകുന്നത്. ഏതായാലും മാടശ്ശേരി തമ്പിയുടെ കഥ പറയാൻ വന്നതല്ലേ, ഇനി ആ കഥ പറഞ്ഞിട്ട് പോയാ മതി. ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെയെല്ലാം നേരിൽ കാണാനാണ് ഞാൻ ജയിലിൽ ചാടിയത്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്റെ കഥ പറയണം, സത്യം തെളിയിക്കണം. ഞങ്ങളില്ല. ഇനി പൊന്നുകൊണ്ട് കൂടാന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് ഞങ്ങളില്ല. തല്ലുകൊണ്ട് മതിയായി ചേട്ടാ. അതെ, ഈ കഥ പറച്ചിൽ ഞങ്ങൾ നിർത്തി. ഇല്ല, ഈ കഥ പറയും. നിങ്ങൾ തന്നെ പറയും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അറിയാലോ, എനിക്ക് വേണ്ടി ഒരു തൂക്കുമരം അവിടെ ഒരുങ്ങിക്കിടപ്പുണ്ട്. നിന്നെയൊക്കെ കൊന്നാലും എനിക്ക് അതേ കിട്ടും. കുറച്ചും കൂടെ കണ്ടോ, ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. താരെന്താ അവിടെ കളിക്കുക? ഏയ്, ഞാൻ വെറുതെ ഇങ്ങനെ. പോയി ജോലി നോക്കണോ? അവര് പോയി. ആരാടാ? ആ കഥാപ്രസംഗക്കാർ കടന്നു വന്നു. പിള്ളച്ചേട്ടനെ അവരെ ചാക്കി കയറ്റി രക്ഷപ്പെടുത്തിയത്. അവനിപ്പോ എവിടുണ്ട്? ആ കള്ളപ്പിള്ള പടക്കപ്പുരയിലുണ്ട്. ശരിക്കും നടക്കടാ. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ? വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എന്താ പാലുണ്ണിയേട്ടാ? കള്ള നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരെ നാളെ എടുത്തോലടാ. അയ്യോ, അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കാ. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തു പോയിട്ടില്ലടാ, ചത്തു പോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ,
ഇവനിവിടെ പോകാൻ നോക്കിയോ? അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടുപ്പ് ഞാൻ കത്തിക്കും നിന്നെ അടക്കം. കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. റെഡി. രാവും പകലും നമ്മൾ കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ് അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. അത് വരണ്ടോ നോക്കാൻ? ഇല്ല, അവരിനി വരും തോന്നല്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്നടി. ചേട്ടാ, ചേട്ടന് അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ളൊന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗറാടി? അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? ഏയ് അത് ശരിയാ. പോയി നോക്കാം നമുക്ക്. നിന്ന് പിടിച്ചേ. അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി നിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി? ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മന്റെ വായ വരല്. കത്തിക്കാൻ സമയമായി. ചൂട്ട് കത്തിക്കടാ. ഒന്ന് പിടിച്ച്. തീ കൊളുത്തട്ട ഗുരുക്കളെ, പണ്ടെന്റെ അച്ഛന്റെ ചിതക്ക് ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം. പറഞ്ഞ കഥ എന്നല്ലേ പറയാൻ പോണേ? ആ കഥ തന്നെ. ഞാൻ പറഞ്ഞ കഥയല്ലേ പറയാൻ പോണത്. അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ. കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. നല്ല ബെസ്റ്റ് പേരല്ലേ? ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാര് കൊല്ലുവിൻ നേരെ, നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം.
ആര് പറഞ്ഞാലും നേര് പറയണം ഓരോന്നു തോന്നിയ നന്നല്ല നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഇതൊരു പ്രണയ കഥയാണ്. ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് പുതുക്കോട്ട. ആ ഗ്രാമത്തിൽ രാജ്യത്തുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മാടശ്ശേരി തമ്പി. ആ ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖ തറവാടാണ് പാലത്തറ. അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാടശ്ശേരി തമ്പി വിവാഹം കഴിച്ചു. പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അധികകാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഇഹലോകവാസം വെടിഞ്ഞു. ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖമകറ്റിയത് ആ കുഞ്ഞാണ്. അവൾ ഇന്ന് വളർന്നൊരു രാജകുമാരിയെ പോലെ ആയിക്കഴിഞ്ഞു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അവളുടെ പേരാണ് ഗീതു. ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന്, മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. പനിനീരിൽ മുങ്ങിക്കേറി പഴങ്ങൾ നെയ്യിൽ ചൂടി പുലകാല പെണ്ണെ മുന്നിൽ വാ. ഒരു വല്ലം മുത്തും കൊണ്ടേ ഒരു വട്ടിപ്പൂവും കൊണ്ടേ ഒരു മുമ്പിൽ തേനും കൊണ്ടേ വാ. താമര കുളിരിന് തങ്ക നിലാവിന് താലമെന്നു പിറന്നാട് താവേറും പാട്. പനിനീരിൽ മുങ്ങിക്കേറി പഴങ്ങൾ നെയ്യിൽ ചൂടി പുലകാല പെണ്ണെ മുന്നിൽ വാ. അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു. അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു. നാട്ടുകാർ അവനോട് ചോദിച്ചു, ആരാ, എവിടുന്ന? അവൻ പറഞ്ഞു, ഞാൻ അനന്തൻ, മാടശ്ശേരി തമ്പിയുടെ മകൻ. ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാലതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ. ഗജമുഖൻ എളിമയുടെ വാളും മിഴിയിലാളും കൊടിയ തീയും തികയുവോ. ആരീവനകരൻ ആരീയുവനൃപൻ ആരീ ശരവണൻ ആരീനവരൻ ആരാകിലെന്തു വീരോടെ നിന്നു പോരാടുമളവിലിവനും ഒരഭിമന്യോ. തല്ലിക്കോ, തല്ലിക്കൊന്നാലും ശരി, സത്യം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. നിങ്ങളുടെ സഹോദരി, എന്റെ അമ്മ മാലതി തമ്പുരാട്ടി, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതല്ല, ഒഴിഞ്ഞു മാറിക്കൊടുത്തതാ ഈ ഗീതുവിന്റെ അമ്മയ്ക്ക് വേണ്ടി. ചതിവ് പറ്റിയ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായത് അനിയത്തി ഇയാള്. കള്ള കഴിവേറിന്റെ മോനെ, എന്തു ഭാവിച്ച നിന്റെ ഈ വരവ്? എന്തിനായി കെട്ടുകഥയൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ അമ്മ മരണക്കിടക്കേ കിടന്ന് എന്നോട് പറഞ്ഞ സത്യം. ഇനി തെളിവ് വേണമെങ്കിൽ ഇന്നാ. നീ പറഞ്ഞൊന്നും സത്യമല്ല. ഇതെല്ലാം നിന്റെ അമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളവാ. എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കിങ്ങനെ ഒരു മകനുമില്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ മറ്റൊരു സൂര്യോദയം നീ കാണില്ല. ആ പകലിന് മീതെ രാത്രിയുടെ തിരശ്ശീല വീണു. പുലർച്ചയ്ക്ക് കോഴി കൂകി. അത് കേട്ട് സൂര്യൻ ഉദിച്ചു. അനന്തൻ പോയില്ല. അതെ, അനന്തൻ പോയിട്ടില്ല. അവനങ്ങ് പാലത്തറയിലുണ്ട്. പാലത്തറക്കാർ അനന്തൻ അഭയം കൊടുത്തു. പ്രിയമുള്ളവരെ, മാടശ്ശേരി തമ്പി നേരെ പാലത്തറയിലേക്ക് കുതിച്ചു. അവനെവിടെ? അവനിങ്ങോട്ട് ഇറക്കിവിട്. ഇപ്പൊ മനസ്സില്ലെങ്കിലോ? എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായടാ. ഇനിയും നിനക്ക് ഞങ്ങളെ ചതിക്കാനാവില്ല. എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് എന്റെ പെങ്ങളെ കെട്ടിച്ചു തരണമെന്ന് നീ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളെ കുടുംബത്തോടെ നീ ചതിക്കുകയായിരുന്നു. ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ശരിയാ, സത്യം ഞങ്ങൾ തെളിയിക്കും. നീ എന്തോന്നാടായി പറയുന്നത്? തമ്പിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് തോന്നുന്നുണ്ടോ? നിന്ന് ന്യായം പറയാതെ ഇറങ്ങി പോടാ. അയ്യോ
ഗ്രാമത്തിൽ ആരും തന്നെ കണ്ടിട്ടില്ല. താമസിയാതെ ആ നാട്ടിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാടശ്ശേരി തമ്പി അനന്തനെ കൊന്നു. കൊന്നു കൊന്നു എന്തിനാടാ ഇതൊക്കെ? ഞാൻ എന്തിനാ വിളിക്കുന്നേ? എടാ, നാട് മുഴുവൻ പോലീസാ. നിന്നെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവുണ്ട്. നീ ഇവിടെ ഇരുന്നേ, ഇരിക്കേ. ഇനിയെങ്കിലും സത്യം പറ, അവനെ നീ എന്താ ചെയ്തേ? അവനെ ഞാൻ അക്കരെ കൊണ്ടാക്കി. മേലാൽ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞു. എടാ, ഇതൊക്കെ പറഞ്ഞ പോലീസും കോടതിയും വിശ്വസിക്കുവോ? ഇതിലെന്തോ ചതിയുണ്ട്. നീ വളരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. നമുക്ക് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. എടാ, എന്തായി? മുൻകൂർ ജാമ്യം കിട്ടിയില്ല. പിന്നെ പിടികൊടുക്കാത്തത് കൊണ്ട് നിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിനക്കേറ്റവും വിശ്വാസമുള്ള ഒരാളുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റണം. പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുത്. വെക്കോ. എടാ, ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട്. ഒന്നും വേണ്ട, വേഗം പറഞ്ഞ സ്ഥലത്തെത്താൻ നോക്ക്. താക്കോല് പിടി, വേഗം പോയേ. വയ്ക്കോ. പാലത്തറക്കാർ നിനക്കെതിരെ ഒരുപാട് സാക്ഷികളെ നിരത്തിയിട്ടുണ്ട്. വെള്ളം പോലെ കാശ് ഒഴുകി. പക്ഷെ അല്പഭാഗ്യം നമ്മുടെ പക്ഷത്ത്. അനന്തന്റെ ഒരു ബാഗ് ചായപ്പീടികന്ന് കിട്ടി. അതിലവന്റെ വസ്ത്രങ്ങളും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട്. ലൈസൻസില് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട്. O-. ഇനി അതേ പിടിച്ചൊരു കളി കളിക്കാം. അവനെ കൊന്നത് നീയാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചേ. നീ എന്തായി പറയുന്നേ? എടാ, ഞാൻ പറയട്ടെ. കഷ്ണം കഷ്ണമാക്കി അവന്റെ ശരീരം കായലിലെറിഞ്ഞു എന്ന് പറയണം. കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും അവന്റെ വസ്ത്രങ്ങളും വാഴത്തോപ്പി കുഴിച്ചിട്ടിരിക്കുകയാണെന്നും പറയണം. എന്തിന്? ആയുധത്തിലും വസ്ത്രത്തിലും രക്തം പുരട്ടി ഞാൻ വാഴത്തോപ്പി കുഴിച്ചിടാം. അത് പോലീസ് കണ്ടെടുക്കും. നിന്റെ കുറ്റസമ്മതം കൂടി ആകുമ്പോ നിനക്ക് ജാമ്യം കിട്ടും. പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് O-, വസ്ത്രത്തിലുള്ളത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട രക്തവുമായിരിക്കും. അതോടെ കേസ് പൊളിയും. എല്ലാം ഞാൻ നോക്കിക്കോളാം. മാടശ്ശേരി തമ്പി കുറ്റം സമ്മതിച്ചതല്ല. മൃഗീയമായ പീഡനങ്ങളിലൂടെ എന്റെ കക്ഷിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ ഹാജരാക്കുന്നു. കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അനന്തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണത്. അതില് അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് O- ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അനന്തന്റെ വസ്ത്രങ്ങളിലും കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ആയുധത്തിലുള്ള രക്തം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണെന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ കേസിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ഈ കേസിലെ ഏറ്റവും സുപ്രധാന തെളിവാണ് എതിർഭാഗം വക്കീൽ ഇവിടെ ഹാജരാക്കിയിട്ടുള്ളത്. അനന്തന്റെ വസ്ത്രത്തിലും അനന്തനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിലും കണ്ട രക്തക്കറ പരിശോധിച്ചതിന്റെ റിസൾട്ടാണിത്. അനന്തന്റെ ബ്ലഡ് ഗ്രൂപ്പ് O- ആണെന്ന് ലൈസൻസിൽ നിന്ന് വ്യക്തമാണ്. വസ്ത്രങ്ങളിലും ആയുധത്തിലും ഉണ്ടായിരുന്ന രക്തവും O- തന്നെയാണ്. ചതുവ് പറ്റിയടാ. നമ്മൾ കളിച്ച കളി എങ്ങനെയോ പുറത്തറിഞ്ഞു. നീ അത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? പിള്ള കാണാൻ വന്നപ്പോ ഞാനത് പറഞ്ഞിരുന്നു. കാര്യസ്ഥൻ പിള്ള മാടശ്ശേരി തമ്പിയെ ചതിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം പിള്ള ഈ വിവരം കൊച്ചുതമ്പി അറിയിച്ചിരുന്നു. മാടശ്ശേരിയിലെ വേലക്കാരി ഈ വിവരം പാലത്തറയിലേക്ക് ചോർത്തി.
അങ്ങനെ വക്കീലിന്റെ പദ്ധതികൾ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും അറിഞ്ഞു. ശ്രീധര, ഇവിടെ നിന്നും ഒരു കൊടും ചതിയുടെ കഥ വെളിപ്പെടുകയാണ്. അതെ, മാടശ്ശേരി തമ്പിയെ ചതിച്ചതാര്? പിള്ളയാണോ? അല്ല. കൊച്ചുതമ്പിയാണോ? അല്ല. പാലുണ്ണിയാണോ? അല്ല. ശ്രീധരനുണ്ണിയാണോ? അല്ല. അല്ല. പിന്നെ ആര്? പിന്നെ ആര്? എടാ നായിന്റെ മക്കളെ, അവസാനം എന്റെ മുതുകത്തായോ? എടാ പാലത്തറയെ മാടശ്ശേരിയെ സൂപ്പിക്കാനല്ലേ നീയൊക്കെ കള്ളക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. നിന്റെയൊക്കെ ശവം ഞാൻ പുതുക്കോട്ട പുഴയൊഴുക്കി കളയും. വെട്ടിപ്പുറകി പോകാൻ നോക്കണ പുല്ലുകളെ. എടാ കൊച്ചുതമ്പി, ഈ കള്ളക്കഥ കേട്ടിരിക്കാൻ നാണമില്ലേ? വേണ പോവാ. കഥ പറഞ്ഞു തീരട്ടെ, വക്കീൽ എവിടെ ഇരിക്കേ? നിനക്ക് ഭ്രാന്ത. അരുണി, ശ്രീധരനുണ്ണി, വാ നമുക്ക് പോവാം. വക്കീല് താലിവിടെ ഇരി, കഥ തീരട്ടെ. ഇരിയടോ, അവിടെ ഇരിക്കണോ, ബാക്കി പറയണ. നിർത്താൻ ബാക്കി പറയണ. നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇങ്ങോട്ട് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ? എന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാന്ന് വിചാരിക്കേണ്ട വക്കീലെ, എന്തെങ്കിലും നിന്ന് ഒതുക്കാന്നും കരുതാം. ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനെ വിശ്വസിച്ച് മാടശ്ശേരി തമ്പി എത്ര ലക്ഷം രൂപയ്ക്കുള്ള ബിനാമി ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും പറഞ്ഞ് വക്കീലിന്റെ പേരിലേക്ക് എത്ര കോടിയുടെ സ്വത്തുക്കളാണ് കൈമാറിയിരിക്കുന്നതെന്നും എനിക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ കളിക്ക് കൂട്ടുന്നത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, മാന്യമായ പ്രതിഫലം. അത് കിട്ടിയാലേ ഞാൻ പോകൂ. കൊണ്ടുപോയിക്കും. ഒരു കാരണവശാലും നീ ഇവിടെ ഇനി വരാൻ പാടില്ല. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ടുകൊള്ളാം. മാടശ്ശേരി തമ്പി ജയിലുകാരിയിരിക്കുന്ന കാര്യം നീ മറക്കണ്ട. മാത്രവുമല്ല, 2 കഥാപ്രസംഗക്കാര് ഈ കഥ പറയുമെന്നും പറഞ്ഞ് അവിടെ നടപ്പുണ്ട്. അവന്മാരാരും നിന്നെ കാണാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നെ ഒരാളും കാണില്ല, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഞാൻ ആവശ്യപ്പെടുമ്പോ എനിക്ക് കൃത്യമായിട്ടും പണം എത്തിയിരിക്കും. എടാ മോനെ, നീ സംസാരിക്കുന്നതേ ഗോവിന്ദൻ വക്കീലിനോടാ. പണ്ട് എപ്പോഴും എടുത്ത മാലയിത്തമ്പ്രാട്ടിയുടെ ഫോട്ടോയിൽ മുടിയിൽ ഇത്ര നരയും മുഖത്തിത്ര ചുളിവിട്ട് നിന്റെ ഫോട്ടോയും ചേർത്ത് ഈ നിൽക്കുന്ന ജോൺ സക്രിയായെ അനന്തനാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെങ്കിൽ മാടശ്ശേരി തമ്പിക്ക് വാങ്ങിച്ചു കൊടുത്തതുപോലെ ഒരു കുരുക്ക് നിനക്കും വാങ്ങിച്ചു തരാൻ ഈ ഗോവിന്ദൻ വക്കീലിന് കഴിയും. എടാ പൊന്നു മോനെ, ഞാൻ കളിക്കുന്നതേ നിയമം കൊണ്ടാ, അത് മറക്കണ്ട. നിർത്തണ പുല്ലുകളെ, നിന്റെയൊക്കെ കള്ളക്കഥ അടിച്ച് നിരത്തും ഞാൻ. പിള്ളേരെ ഇവൻ അനന്തരല്ല, ജോൺ സക്കറിയ. ഒരു കൊലക്കേസിൽ നിന്നും ഈ വക്കീലിനെ രക്ഷപ്പെടുത്തിയ പ്രതി. കൊച്ചമ്പി, ഇതെല്ലാം കള്ളക്കഥയാ. എനിക്കിവനെ അറിയാനേ പാടില്ല. ഇതെല്ലാം പാലത്തറക്കാരുടെ പണിയാ. അയ്യോ, നീ എന്നെ തല്ലിയല്ലേ? നിന്റെ എല്ലാ കള്ളക്കഥയും ഇപ്പൊ ഞാൻ പുറത്താക്കുവാടാ. അലുണ്ണി, ശ്രീധരനുണ്ണി, ഇതെല്ലാം ഇവന്റെ പണിയാ. അടിക്കവനെ. അയ്യോ, അടിച്ച് നിരത്തിലായി നായിന്റെ പോലെ. അടിച്ച് നിർത്തണ, ഒരുത്തനെ വിടരുത്. ആ കാവ്യ പുല്ലന്മാരെ അടിച്ച് കൊന്നുകളാ. തമ്പിയോ, നീ എപ്പോ ഇറങ്ങി? മലപ്പുറമ്പ പോലീസുണ്ട്, മുങ്ങിക്കോ. എന്നെ കൊല്ലരുത്, ഒരബദ്ധം പറ്റി പോയതാ. ആഹാ, നീ എന്നെ തല്ലിയല്ലേ? എടാ, ഞാൻ ഗോവിന്ദൻ വക്കീല, നിയമം പഠിച്ചവനാ. ഞാൻ മുറക്ക മൂളിയാൽ നീ വീണ്ടും അകത്താ. മാളശ്ശേരി തമ്പി
അദ്ദേഹം വന്നോ. കൈതട്ടി മാറ്റി വെറുതെ നോക്കി നിന്ന് കാലിനടിയിൽ കൂടി മാറി നാട്ട സഹിച്ച് മൂക്ക് പൊത്തി മാറി ആര് വാരി ഉണ്ടി കയറി വെറുതെ നെഞ്ചിനടി വാങ്ങി വെറുതെ മുടികിനടി വാങ്ങി അവസാനം ലേഡീസിന്റെ കൂടി മുണ്ട് വാങ്ങി. എന്റെ മോളെക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിച്ചു. എന്റെ ബന്ധുക്കളെക്കാൾ കൂടുതൽ ഞാൻ നിന്നെ വിശ്വസിച്ചു. ആ നീയാ എന്നെ തമ്പി സാറേ, ഇവൻ സാറിന് വേണ്ടി ഒരുക്കിയില്ല ഒരു കുരുക്ക്. ആ കുരുക്കിൽ ഇവനെ തൂക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, അങ്ങനെ കഥയുടെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഇനി എന്തോന്ന് കഥ? കഥ ഇതുവരെ തീർന്നില്ലേ? മാടശ്ശേരി തമ്പി നിരപരാധിയാണെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. മാടശ്ശേരി തമ്പി ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ തന്നെയാണ് വേണ്ടത്. അതെ, അതായത് അങ്ങയുടെ ജീവന്റെ ജീവനായ മകളെ. അതോടുകൂടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനും ഗീതവും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം പുതുക്കോട്ട മുഴുവൻ പാട്ടായി. സങ്കടം തീർന്നിത തങ്ങളിൽ ചേരുന്നു കുങ്കുമ സന്ധ്യയും നായകരും. ഇനി മംഗളം മംഗളം നേരുകനാം, മംഗളം മംഗളം നേരുകനാം. ചന്ദനവാതിലടഞ്ഞു മണിയറ പൊന്തിരി വെട്ടം മിഴിയടച്ചു ശുഭമംഗളം മംഗളം പാടുകനാം, മംഗളം മംഗളം പാടുകനാം. മംഗളം മംഗളം പാടുകനാം, നിത്യമംഗളം മംഗളം പാടുകനാം. സർവമംഗളം മംഗളം പാടുക നാം, നിത്യമംഗളം മംഗളം പാടുക നാം. മംഗളം 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 മംഗളമേ.